കേരളത്തിലെ റോഡുകളിൽ കാൽനട യാത്ര ചെയ്യുക എന്നതും ചെറിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുക എന്നതും ഏറെ ഭീതിജനകമായ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും അപകടത്തിൽപ്പെടാതെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്തും കുട്ടനാട്ടിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ചുമതലപ്പെട്ടവരുടെ കുറ്റകരമായ അനാസ്ഥയെ തന്നെയാണ്. ഇത്തരം ദുരന്ത മരണങ്ങൾ എത്രത്തോളം ആവർത്തിച്ചാലും ചോദിക്കാനും പറയാനും ആരും വരില്ല എന്ന ധൈര്യം തന്നെയാണ് ഇതൊക്കെ തുടരുന്നതിന് പിന്നിലെ കാരണവും. ഒരു തെറ്റും ചെയ്യാതെ പൊലിയുന്ന ജീവനുകൾക്ക് ആര് മറുപടി പറയുമെന്ന് ചോദിച്ചാലും അതിന് ഉത്തരം ഒന്നും തന്നെയില്ല. ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കാനുമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നല്ല, ഉണ്ടായിട്ടും നടപടി ഉണ്ടാകാറില്ല എന്നതാണ് സത്യം. കൂടിപ്പോയാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നോട്ടീസ് അയക്കും. ഇത്തരം നൂറുകണക്കിന് നോട്ടീസുകൾക്കിടയിൽ അതും അങ്ങനെ കിടക്കുക തന്നെ ചെയ്യും. നിരത്തുകളിൽ വാഹനങ്ങളുടെ മഹാപ്രവാഹത്തിൽ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ അപൂർവ സ്ഥലങ്ങളിൽ മാത്രം ശേഷിക്കുന്ന ഫുട്പാത്തുകൾ പോലും മറ്റാവശ്യക്കാർ കൈയടക്കിയിരിക്കുകയാണ്. ഫുട്പാത്തിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇരുചക്ര വാഹനക്കാരുടെ സഞ്ചാരവുമുണ്ട്. ഗതാഗത നിയന്ത്രണ ഡ്യൂട്ടിയിലുള്ള പോലീസിന് മുന്നിലൂടെയാകും ഈ നിയമലംഘനങ്ങൾ നടക്കുന്നത്. മൂടിയില്ലാത്തതും തകർന്നു കിടക്കുന്നതുമായ ഓടകൾ നഗരങ്ങളിൽ എല്ലായിടത്തും സ്ഥിരം കാഴ്ച തന്നെയാണ്. ആളുകളും ചെറുവാഹനങ്ങളും ഇത്തരം ഓടകളിൽ വീണ് മരണമടയുന്നത് കണ്ടാലും അവ നന്നാക്കാറില്ല എന്നത് തന്നെയാണ് ജനങ്ങളുടെ ദുർയോഗം. കാറുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ പോലും റോഡിൽ നിന്ന് തെന്നിമാറി ഇത്തരത്തിലുള്ള ഓടകളിൽ പതിച്ച് അപകടത്തിനിരയാകാറുണ്ട്. പഴകിയതും പൊട്ടിത്തകർന്നവയുമായ ഓടകളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്തി അവ നന്നാക്കാൻ നടപടി എടുക്കേണ്ടത് ആവശ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ആഘോഷങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്കും ചെലവഴിക്കുന്ന വിഹിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം മതിയാകും ഇതൊക്കെ ചെയ്യാൻ. വാഹനങ്ങൾ ഓടുന്ന റോഡിന് പുറകെ വടം കെട്ടി അടുത്തുള്ള സ്കൂളിലെ മരം മുറിക്കാൻ കാണിച്ച തികഞ്ഞ ഉത്തരവാദിത്തരഹിതമായ നടപടിയാണ് തിരുവല്ലയിൽ 32കാരനായ സിയാദിന്റെ അകാല മൃത്യുവിന് കാരണമായത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും 2 പിഞ്ചു കുട്ടികളും ചെറിയ പരിക്കുകളോടെ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. റോഡിന് പുറകെ കെട്ടിയിരുന്ന വടത്തിൽ കഴുത്തു തട്ടി സിയാദ് വീഴുകയായിരുന്നു. കയർ റോഡിന് പുറകെ കെട്ടിയിരുന്നതല്ലാതെ സുരക്ഷാ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നുമില്ല. മരം വെട്ടുകാരനല്ലാതെ ചുമതലപ്പെട്ട മറ്റാരും അവിടെ ഉണ്ടായിരുന്നതുമില്ല. പൊതുനിരത്തിൽ ഇത്തരം പ്രവൃത്തികൾ നടത്തുമ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പോലീസിനെ അറിയിച്ചു വേണം ഇതൊക്കെ ചെയ്യുവാനും. അതിനൊന്നും തന്നെ മെനക്കെടാതെ മരം മുറിക്കാൻ ഒരുമ്പെട്ടവർ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തോട് തീരാത്ത അപരാധമാണ് പ്രവർത്തിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് മകളുടെ വീട്ടിലേക്ക് പോയ മുൻ അഡീഷണൽ സെക്രട്ടറിയും വയോധികയുമായ VS ശൈലജ ഇടവക്കോട് എന്ന സ്ഥലത്തെ മൂടിയില്ലാത്ത ഓടയിൽ വീണാണ് ദുരന്ത മരണത്തിനിരയായത്. ഓട്ടോയിൽ വന്നിറങ്ങി മകളുടെ വീട്ടിലേക്ക് നടക്കുന്നതിനിടെയായിരുന്നു അത്യാഹിതം സംഭവിച്ചത്. ശനിയാഴ്ച രാത്രിയുണ്ടായ അപകടം തിരച്ചിലുകൾക്കിടെ ഞായറാഴ്ച രാവിലെയാണ് വെളിപ്പെട്ടത്. 72കാരിയായ ശൈലജയുടെ ദാരുണ മരണം നഗരത്തിലെ ഇത്തരം ആദ്യ സംഭവം ഒന്നും തന്നെയല്ല. പലയിടങ്ങളിലായി എത്രയോ പേർ ഇതുപോലെ ഓട ദുരന്തത്തിന് ഇരയായിരിക്കുന്നു. മറ്റു ജില്ലകളിലും സമാന അപകടങ്ങൾ തുടർച്ചയായി നടക്കാറുമുണ്ട്. ഓട നിർമ്മാണവും സുരക്ഷാ മൂടിയിടലുമൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിലും വലതുമൊക്കെ കയ്യിൽ തടയുന്ന നിർമ്മാണ ജോലികളിലും മാത്രം താല്പര്യം കാണിക്കുന്ന നഗരസഭാ ഭരണാധികാരികൾക്ക് കാൽനടക്കാർ പൊതുനിരത്തുകളിൽ നേരിടേണ്ടി വരുന്ന അപകടത്തെക്കുറിച്ച് തെല്ലും ധാരണയില്ല. അല്ല, അവർക്ക് കയ്യിൽ 4 ഇണ കിട്ടുന്ന കാര്യങ്ങളോടാണല്ലോ പണ്ടേ താല്പര്യം.